പിടികിട്ടാ പുള്ളി എന്ന് എപ്പോഴും പറയുന്നതാണ് വിജയ് മല്യ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പോസ്റ്റുകളൊക്കെ ഇപ്പം പറന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എവിടെ എന്നൊരു ചോദ്യമായിരുന്നു എല്ലാവരുടെ ഇടയിൽ. ശരിക്കും നാട് വിടാനുള്ള കാരണം എന്താണ്? നാട് വിടാനുള്ള കാര്യം ബാങ്ക് ഡിഫോൾട്ടർ ആയതല്ലേ. അതായത് കമ്പനി എന്താണ് കിങ്ഫിഷർ എയർലൈൻസ് വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് പോയി. ബാങ്കുകൾക്ക് ഒരുപാട് കാശ് തിരിച്ചു കൊടുക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് പലതും ഈട് നൽകിക്കൊണ്ടാണ് ലോൺ എടുത്തത്. അത് അവസാനം ബാങ്കുകൾ അറ്റാച്ച് ചെയ്തത്. അത് അവസാനം കിട്ടിയ എനിക്ക് ഞാൻ വായിച്ച എവിടെ പോയതാണ് 1000 കോടിയോളം രൂപ ബാങ്കുകൾ അദ്ദേഹത്തിനെ തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം സത്യത്തിൽ ഞാനിപ്പോൾ അടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റ് കാണുന്നുണ്ട്. നമ്മുടെ ബേസിക് പ്രോബ്ലം എന്താണ്? നമ്മുടെ ബേസിക് പ്രോബ്ലമുള്ള കാശുള്ളവരോട് മൊത്തം അസൂയാണ്. ലോകത്ത് യൂറോപ്യൻ രാജ്യങ്ങളൊന്നും അങ്ങനെയല്ല. ഇവിടെ കാശുള്ളവരോട് അസൂയ. അവൻ നശിച്ച് കാണാൻ നമ്മൾ ആഗ്രഹിക്കും. അംബാനി നശിച്ച് കാണാൻ നമ്മൾ ആഗ്രഹിക്കും. അദാനി നശിച്ച് കാണാൻ നമ്മൾ. അദാനി എത്രയാണോ നമ്മൾ നശിപ്പിക്കാൻ നോക്കിയത്, അംബാനി നശിപ്പിക്കാൻ നോക്കിയത്. കേരളത്തിലാണിത് കൂടുതൽ. കാശ് ഇപ്പോൾ CPM-മാർക്ക് കയ്യിൽ അത്യാവശ്യം കാശ് വരാൻ തുടങ്ങിയതോടുകൂടിയാണ് കാശുള്ളവരോട് റെസ്പെക്റ്റ് വന്നു തുടങ്ങിയത്. അതുവരെ കാശുള്ളവർ എങ്ങനെയും നശിപ്പിക്കുക എന്നുള്ളതായിരുന്നില്ല. അവസാനം അവരെ കൈ കാശ് വന്നതോട് കൂടിയിട്ട് ഇപ്പം കാശുള്ളവർ അത്യാവശ്യം റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു കമ്പനി കണ്ടാൽ നമ്മൾ ഏതൊരു പടത്തിൽ ഇന്നസെൻ്റ് പറയുന്നുണ്ട്, എനിക്ക് സ്വലയിലാണ്, എടാ ഒരു കപ്പൽ കണ്ടാൽ അത് എപ്പം മറയും എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. പത്രക്കാരെ പഠിപ്പിക്കുന്നത്. അതുപോലെയാണ് ഈ നമ്മളെ നാട്ടുകാർ. ഒരു കാശുകാരൻ കണ്ടാൽ ഇവനെപ്പം മുടിയും എന്നാണ് ആദ്യം ആലോചിക്കുന്നത്. എന്നാൽ കാശുകാരെ എടുത്ത് ഈ പറയുന്ന ഫണ്ടിന് പിരിവിന് പോകും. അത് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഷോപ്പ് പൂട്ടിക്കും. ആ ഷോപ്പ് പൂട്ടിക്കും. എൻ്റെ വീട്ടിലുള്ള 4 ആൾക്ക് ജോലി നഷ്ടപ്പെടുന്നവരറിയില്ല. ഇതാണ് നമ്മുടെ നാട്ടിൽ സത്യം. ഇവിടെ ഗ്ലോബലൈസേഷൻ, ഈ കോൺഗ്രസ്സുകാർ ഗ്ലോബലൈസേഷൻ കൊണ്ടുവന്നതിൻ്റെ കേരളത്തിന് അവസ്ഥ നക്കിപ്പോയി. ഗൾഫ് പണം കൂടി ഇല്ലെങ്കിൽ സത്യം നമ്മളെന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട. ഗൾഫ് പണം, ഗ്ലോബലൈസേഷൻ, ഇത് രണ്ടിനും എതിർത്ത ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഇത് ഗൾഫ് പോയി എന്ത് ബിസിനസ് തുടങ്ങി അവനെ പൂട്ടിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ ഏറ്റവും എന്താ കാട്ടും കാണാച്ചാരും ഇപ്പം ഒന്നും കാണുന്നില്ലല്ലോ. ഹിറ്റെക്സിന്റെ അനുഭവം ഉണ്ട്. ഹിറ്റെക്സ് വേറെ നിങ്ങൾ ഈ കാണുന്നതിൻ്റെ അപ്പുറത്ത് അണ്ടർ ദ ടേബിൾ ഒരുപാട് ആക്ടിവിറ്റീസ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. കിറ്റെക്സിൻ്റെ ഒരു ചെറിയൊരു അനുഭവമാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ബിസിനസ്സൊക്കെ വന്നു തുടങ്ങിയ ആളുകൾ. പിന്നെ ഒരു പാർത്തൻ്റെ അനുഭവം, അതൊക്കെ ഇങ്ങനെ ചില എക്സെപ്ഷൻ ഉണ്ടെങ്കിൽ വരും. എന്തിനായാലും എൻ്റെ അമ്മ പറയുമ്പോൾ കൂക്കം ചേർത്താലും കണ്ണു പോയിക്കൂട്ടിലേ കഴിക്കില്ല. അതുപോലെ ഈ സുഭാം മാധവരംഗത്ത് ടൈം എടുക്കും. വിജയ് മല്യയുടെ കാര്യം ഒന്നത് മലയാളിയുടെ ഇപ്പം രാജംപിള്ള ജീവിച്ച സമയത്ത് നമുക്ക് ഭയങ്കര അസൂയായിരുന്നു. തക്കിയുദ്ദീൻ വാഹിദ് ഇവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ ഭയങ്കര സന്തോഷം. എന്നിട്ട് മലയാളി ലോബി ചെയ്ത് കൊന്നു. ഇതന്നെയാണ് സ്ഥിതി. ഏത് ബിസിനസ് തന്നെ ഓട്ടോമാക്ക് എന്ന് പറഞ്ഞ കമ്പനി ഇല്ലായിരുന്നു, അത് കൂട്ടിപ്പോയി. അത് പക്ഷേ അവർ ബാങ്ക് തട്ടിപ്പെടുത്തിയ ബോധവും തട്ടിപ്പെടുത്തി. വിജയ് മല്യയുടെ കേസല്ല, അവർ വേറെ ഷെൽ കമ്പനികൾ ഉണ്ടാക്കി പൈസ വാങ്ങാൻ മാറ്റിയതാണ്. വിജയ് മല്യ തട്ടിപ്പ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. വിജയ് മല്യ തട്ടിപ്പ് നടത്തിയല്ലോ. വിജയ് മല്യയുടെ അത് വിജയ് മല്യ തന്നെ പറയുന്നുണ്ട്. അത് കൺഫർമേഷൻ വരേണ്ടതുണ്ട്. അത് വിജയ് മല്യ പറയുന്നത് ശരിയാവാനാണ് എനിക്ക് തോന്നുന്നത്. വിജയ് മല്യയെ പോലെ ഒരാളെ അങ്ങനെ തട്ടിപ്പ് നടത്തേണ്ട ഒരു ആവശ്യമില്ല. തട്ടിപ്പ് എന്നൊക്കെ ഒരു ഗതിയില്ലാത്ത നടത്തുക. വിജയ് മല്യ അതൊക്കെ കാശിലേക്ക് എണിച്ചു വളർന്ന ആളാണ് വിജയ് മല്യ. അദ്ദേഹം പുതിയ ആരും ചെയ്യാത്ത ബിസിനസ്സുകൾ ചെയ്തു. നഷ്ടത്തിൽ കിടന്ന കമ്പനികളെ ഏറ്റെടുത്തു. ആ കമ്പനികളെ വലിയ ലാഭത്തിലാക്കി. അതിനുശേഷം അത് മറച്ചു വിറ്റു, ഡൈവേഴ്സിഫൈ ചെയ്തു. ഇവിടെ ഫോർമുല 1 ബിസിനസ്സിലേക്ക് ആദ്യമായി ഇന്ത്യയെ കൊണ്ടുവന്നു. ഇന്ത്യയിലെ ഫോർമുല 1 നടത്തി. ഇന്ത്യയിൽ ആദ്യമായി ഫോർമുല 1 കാറ് ഇറക്കുമതി ചെയ്ത് അത് ഓടിച്ച് ഫസ്റ്റ് എത്തിയ ആളാണ് ഷോളാവരത്ത്. പിന്നെ അദ്ദേഹം. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ഇന്ത്യയിലെ ഫസ്റ്റ് ചെയ്ത ആളാണ് അദ്ദേഹം. അപ്പം അദ്ദേഹം അങ്ങനെ തട്ടി ബിസിനസ്സിൽ ലാഭനഷ്ടങ്ങളുണ്ടാവും സ്വാഭാവികമായിട്ട്. ആഗോള അതന്നെ എക്സാക്ട്ലി ആഗോള സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പം കിങ്ഫിഷർ ഡൗൺ സൈസ് ചെയ്യേണ്ടിയിരുന്നു. അപ്പം ഫ്ലൈറ്റുകൾ ചിലത് ക്യാൻസൽ ചെയ്യണം, ആളുകളെ പിരിച്ചുവിടേണ്ടതായിട്ട്. അന്നപ്പോൾ അദ്ദേഹം പ്രണാബ് മുഖർജിയെ പോയി കണ്ടത്. അപ്പോൾ പ്രണാബ് മുഖർജി ഒരു ഉപദേശം കൊടുത്തു, അല്ല ഞങ്ങൾ ബാങ്കുകൾ നിങ്ങളെ സഹായിക്കും, ഐ ആം വിത്ത് യു എന്നോ. ബാങ്കുകൾ സഹായിച്ചു, പക്ഷേ ഇക്കോണമി ഡ്രൈ ആയി. നിങ്ങൾ നോക്കൂ, ആ ഒരു സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം ഇവിടെ നമ്മളെ കോവളത്തേക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ വരുന്നുണ്ട് റഷ്യ എന്നൊക്കെ. ഇപ്പം വരുന്നില്ല. ഇവിടുത്തെ ടൂറിസം ഇൻഡസ്ട്രി ഭയങ്കര പരാജയമാണ്. ഭയങ്കര ബുദ്ധിമുട്ടിൽ കൂടി നീക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് കോവളത്തേക്കുള്ള ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ വരുന്നുണ്ട്. ഇപ്പം വരുന്നില്ല. അവർ മറ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മളെ ബിസിനസ് ഭയങ്കരമായി ഡള്ളായിരുന്നു. പിന്നെ പല മേഖലയും ഇപ്പോൾ റിക്കവർ ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് വിജയ് മല്യയ്ക്ക് ഈ ഒരു അബദ്ധം. അല്ലെ വിജയ് മല്യ ഇത് കാശ് കൊണ്ടുവച്ച് പൊടിച്ച് കളയുന്നത് അയാളെ ഉണ്ടാക്കിയതുകൊണ്ടാണ് പൊടിച്ച് കളയുന്നത്. അല്ലാതെ അദ്ദേഹം ഈ കാശ് കൊണ്ടുവച്ച് പൊടിച്ച് കളയുന്ന ഒരു മണ്ടനല്ല. അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിൽ കൂടുതലുള്ള അദ്ദേഹം ചിലപ്പോൾ അദ്ദേഹത്തിനുള്ള ശേഷിയുണ്ട്. നമ്മുടെ കയ്യിൽ ഒരു ബോണസ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ 500 രൂപ അധികം വരും. നമ്മൾ ലുലു മാളിൽ പോകുമ്പോൾ അദ്ദേഹത്തിന് 500 രൂപ അധികം കിട്ടിയപ്പോൾ അദ്ദേഹം
ലോകത്ത് പറഞ്ഞു നടന്നിട്ടുണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. അപ്പം ബിസിനസ്സിൽ എപ്പോഴും തകർച്ച ഉണ്ടാവും. ബിസിനസ് തകർച്ച ഉണ്ടാവുന്ന ആളുകൾ നമ്മൾ അവരെ യൂറോപ്പിലൊന്നും അവരെ ക്രിമിനൽസ് അല്ല, അവരെ പാപ്പരായി പ്രഖ്യാപിക്കും. അത് ഗവൺമെൻറ് അവരെ സഹായിക്കും. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ബിസിനസ് തകർന്നാൽ ബാങ്കുകളെ പറ്റിച്ച് വന്ന് ക്രിമിനൽ കേസ് എടുക്കും, സിവിൽ കേസ് എടുക്കും, പിന്നെ അത് ക്രിമിനൽ തലവും കൂടി വരും. അപ്പോൾ നമ്മുടെ അതുമായിട്ട് ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾ, പുതിയ നിയമനിർമ്മാണങ്ങൾ, നിലവിലുള്ള നിയമം മാറ്റണം. വിജയ് ശരിക്കും അനിൽ അംബാനിയെ നമ്മൾ പാപ്പരായി പ്രഖ്യാപിച്ചല്ലോ, അത് വിജയ് മല്യയെ പ്രഖ്യാപിച്ചുവിട്ടത്. അപ്പോൾ വിജയ് മല്യ ആ രീതി പറ്റിക്കാൻ ശ്രമിക്കാത്തതുകൊണ്ടാണ് വിജയ് മല്യ അനിൽ അംബാനി പാപ്പരായി തോന്നുന്നത്. ബിസിനസ് മാർക്കറ്റിംഗ് ഒന്നും അറിയില്ല എങ്കിലും ഇപ്പൊ അദാനി, അംബാനി ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. ഒരു ഒരു മിനിമം ഒരു മീഡിയം ലെവലിൽ നിന്ന് ഒരു ടോപ്പ് ലെവലിലോട്ട് ഈ ബിസിനസ്സുകാരുടെ ഒരു കോർപ്പറേറ്റ് മേഖല വളർന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവരുടെ ഓരോ ബിസിനസ്സിന് ഇൻഷുറൻസ് അല്ലെ ഇതിന് ഒപ്പം തന്നെ ആസ്തികൾ അവർക്കുണ്ട്. ഇപ്പോൾ വിജയ് മല്യയുടെ കാര്യത്തിൽ വരുമ്പോഴും ഇദ്ദേഹത്തിന് തക്ക ആസ്തികളുണ്ട്, നഷ്ടം വരുന്നതിനോടൊപ്പം തന്നെ തക്ക ആസ്തികളുണ്ട്, ഇത് നികത്താനുള്ള ആസ്തികളുണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ? ഒരു പക്ഷേ ഈ ബാങ്കുകൾക്ക് ആസ്തി വേണമെങ്കിൽ അല്ല, ലോകത്ത് എവിടെ ബാങ്കുകൾ ഈ ആസ്തി പിടിച്ചെടുത്താൽ അവർ അറിയുക കാശ് കിട്ടിയിട്ടില്ല എന്നുള്ളത്. സത്യത്തിൽ അവരൊരു ബാങ്ക് ഒരു ലോണ് തരുമ്പോൾ, നമുക്കൊക്കെ ലോൺ തരുമ്പോൾ അവർ ഒരു 1000 രൂപ ലോണ് തരുന്നെങ്കിൽ നമുക്ക് 3000 രൂപയുടെ ആസ്തി ഉണ്ടാവും. അതാണ് കണക്ക്. പക്ഷേ ബിസിനസ്സുകാർക്ക് അങ്ങനെയല്ല. ബിസിനസ്സുകാർ കുറച്ചൊരു ബിസിനസ്സിൻ്റെ പൊട്ടൻഷ്യൽ നോക്കിയിട്ട് ഓവർ ഡ്രാഫ്റ്റുകളും സഹായങ്ങൾ ചെയ്യും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. എങ്കിലും ഒരു മിനിമം ഗ്യാരണ്ടി എപ്പോഴും അവർ സൂക്ഷിക്കാറുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ ഉപദേശം കൂടി വന്നാൽ അത് കൂടുതലായിട്ട് കിട്ടും. നമുക്കൊരു ബിസിനസ്സുകാരൻ എന്ന രീതിയിൽ നമ്മുടെ അക്കൗണ്ട് വളരെ ആക്റ്റീവായിട്ടിരുന്ന ലോൺ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് അതിൻ്റെ ഒരു കാര്യം. സാധാരണക്കാരെ പോലെ അല്ല. അത് പറയാനും ഒരു കാരണമുണ്ട്. അദ്ദേഹം തന്നെ പറയുന്ന 9000 രൂപയുടെ കടം ഉണ്ടായിരുന്നിട്ട് 14000 രൂപയുടെ ആസ്തി ഓൾറെഡി ബാങ്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് കടമില്ല, അല്ലെ എനിക്ക് എത്രത്തോളം നിങ്ങൾ പറയുന്നോണം ഇല്ല, ഞാൻ തീർച്ചയായിട്ടും തിരിച്ചു വരും. പക്ഷെ ഇപ്പോഴത്തെ ഇപ്പം ബാങ്കുകൾ അവസാനം ഞാൻ വായിച്ച ഇവിടെ 1,400 കോടി എത്താൻ അദ്ദേഹത്തെ പിടിച്ചെടുത്തു. 14,000 എന്നാണ് ഒരു ബാങ്ക് റിപ്പോർട്ട് ഞാൻ ഇവിടെ വായിച്ചത്. അപ്പോൾ അത് ചിലപ്പം എന്താ വെച്ചാൽ ആ സമയത്ത് വലിയ വിപണന മൂല്യമുള്ളത് ഇത് ഒരു ക്രൈസിസ് ആകുമ്പോൾ വിറ്റാൽ കാശ് കിട്ടിയ ബാങ്കുകൾ ഏലം വിളിച്ച് കിട്ടിയിട്ട് എവിടെയെങ്കിലും ഈ ലോൺ എമൗണ്ട് കഴിഞ്ഞുള്ള പൈസ കിട്ടിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വളരെ അപൂർവമാണ്. അതങ്ങനെയാണ് അതിൻ്റെ ഒരു മെക്കാനിസം. അപ്പോൾ അദ്ദേഹത്തിന് അതിനുള്ള ആസ്തിയുണ്ട്. സത്യത്തിൽ അദ്ദേഹം എന്താ ചെയ്തത്? ഇന്ത്യൻ വിപണിയെ താങ്ങി നിർത്തിക്കൊണ്ടിരുന്ന, ഇന്ത്യൻ എക്കോണമി താങ്ങി നിർത്തിക്കൊണ്ട് ഒരു ബിസിനസ്മാനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തോടൊക്കെ നമ്മൾ ഒരു ബിസിനസ്സിൽ എപ്പോഴും വീഴ്ചയും താഴ്ചയും ഉണ്ടാവും. രാജൻപിള്ള കാര്യമായിട്ടൊരു വീഴ്ച ഇല്ലാതാണ് അദ്ദേഹത്തെ പിടിച്ച് കാര്യം ഇല്ലാത്ത കേസ് വന്ന് ജയിലിലുണ്ട്. ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ കേസില്ല, ജയിലിട്ട് അദ്ദേഹത്തെ അടിച്ചു കൊന്നു. അതൊക്കെ അജണ്ടയായിരുന്നു. അതേപോലെ തന്നെ ഇദ്ദേഹത്തിനെതിരെ അങ്ങനെ ഒരു അജണ്ട കളിച്ചു എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇദ്ദേഹത്തിന് അങ്ങനെ വീഴ്ച ഉണ്ടായ സമയത്ത് താങ്ങി നിർത്തേണ്ട ആളുകൾ താങ്ങി നിർത്തിയിട്ടുണ്ട്. കാരണം അംബാനിക്കും അദാനിക്കും ഇത്തരത്തിലുള്ള വീഴ്ചകൾ, ബിസിനസ് വീഴ്ചകൾ വന്നിട്ടുണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അദാനിക്കൊക്കെ ഉണ്ടായിരുന്നു, ഷെയർ മാർക്കറ്റൊക്കെ ഇടിഞ്ഞ കാലഘട്ടമൊക്കെ. അപ്പൊ അദാനിക്കെതിരെ ഗ്ലോബൽ ഗൂഢാലോചന ഉണ്ടായിരുന്നു. അതെ. അപ്പൊ അതിനെയൊക്കെ ഒരു താങ്ങി നിർത്താൻ ഒരു സർക്കാർ അല്ലെങ്കിൽ ഭരണ സംവിധാനം. ഇദ്ദേഹത്തെ മൻമോഹൻ സിംഗ് സഹായിച്ചു. പക്ഷേ സഹായം പിന്നെ കെണിയായി മാറി എന്നുള്ളതാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇദ്ദേഹം വളരെ യങ് ആയിട്ടിരിക്കും. എനിക്ക് 25-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ അച്ഛൻ മരിക്കുന്നതോടുകൂടി അദ്ദേഹം UV ഗ്രൂപ്പിൻ്റെ യുണൈറ്റഡ് ബ്രൂവേഴ്സ് അതിൻ്റെ ചീഫായി മാറുകയാണ്, CEO ആയി മാറുകയാണ്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വലിയ ബിസിനസ് ടൈക്കൂൺസ്, രത്തൻ ടാറ്റ അല്ലെങ്കിൽ ഈ പറയുന്ന ബിർള, അംബാനിൻ്റെ അച്ഛൻ വലിയ അംബാനി, ധീരുഭായ് അംബാനി, ഇവരൊക്കെ നല്ല പ്രായം ചെന്ന ആളുകളാണ്. ഇദ്ദേഹം 27 വയസ്സുള്ള ചെറുപ്പക്കാരൻ. അപ്പോൾ ഇദ്ദേഹം തന്നെ 27 വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ എല്ലാ തരത്തിലുള്ള ആവേശം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതേ സമയം നന്നായി ബിസിനസ്സും ചെയ്തു. അപ്പം അദ്ദേഹം ജീവിതം ഭയങ്കര ഫ്ലാംബയൻ്റ് ആയിരുന്നു. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അത് പത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫ്ലാംബയൻ്റ് ഒരാളെ കിട്ടുമ്പോൾ ധീരുഭായ് അംബാനി ഞങ്ങൾക്ക് അങ്ങനെ ആകാൻ പറ്റില്ല. അതായത് മുകേഷ് അംബാനിയോ അനിൽ അംബാനിയോ അങ്ങനെ ആയിരുന്നു അന്ന് അവർ ഈ മീഡിയാൻ്റെ ഒരു ഫോക്കസിൽ വരുന്നില്ല. കാരണം അവർ ചീഫല്ല, CEO അല്ല. CEO ഇദ്ദേഹമാണ്. ഇദ്ദേഹം CEO ആണ്. ഇദ്ദേഹം എല്ലാവരും അടിച്ചു പൊളിച്ച് നടക്കുന്നു. പുതിയ പരിപാടികൾ മീഡിയക്കാർക്ക് താല്പര്യമുള്ള എല്ലാ കാര്യം ചെയ്യുന്നുണ്ട്. വലിയ ഡാൻസ് പരിപാടികളും അദ്ദേഹം സ്പോൺസർ ചെയ്യുന്നു. മിസ് ഇന്ത്യ മത്സരങ്ങൾ, മിസ് വേൾഡ് മത്സരങ്ങൾ സ്പോൺസർ ചെയ്യുന്നു. മ്യൂസിക് ബാൻഡുകൾ സ്പോൺസർ ചെയ്യുന്നു. അദ്ദേഹം ഗേൾസിൻ്റെ കൂടെ ഉല്ലസിച്ച് നടക്കുന്നു. അദ്ദേഹം ഫോർമുല 1 കാർ ഓടിക്കുന്നു. അദ്ദേഹം പിന്നെ വീഞ്ഞു കുടിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ കൊടുക്കുന്നു. രാജ്യസഭയിൽ മത്സരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പത്രക്കാർക്ക് വേണ്ട എല്ലാ സാധനവും അദ്ദേഹത്തിന് കിട്ടുമ്പോൾ നിങ്ങൾ പത്രക്കാർ അദ്ദേഹത്തെ എന്ത് ചെയ്തു? ഒരു ധൂർത്തനായി ചിത്രീകരിച്ചു. ആ ഇമേജ് അദ്ദേഹത്തിന് നെഗറ്റീവായി ബാധിച്ചു വന്നു. അതുകൊണ്ടാണ് എന്നോട് ഒരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞത്, ഇങ്ങനെ ആകാശത്ത് നിന്ന് ഒരു വിമാനത്തിൽ വേറെ വിമാനത്തിലേക്ക് ചാടി പെൺകുട്ടിയുടെ കൂടെ ആഘോഷിച്ചു. ഇയാൾക്ക് എന്തെങ്കിലും വിവരമുണ്ടോ? ആകാശത്ത് എങ്ങനെ ഒരു വിമാനത്തിൽ വേറെ വിമാനത്തിലേക്ക് ചാടുക? ഡോറ് തുറക്കണ്ടേ? പ്രഷർ കൊണ്ട് വിമാനം പൊട്ടിപ്പോവില്ലേ? വിവരക്കേടിന് വലിയ ആശയക്കാരൻ എന്നോട് വന്നു. അപ്പോൾ ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഇയാൾ ഇങ്ങനെ നടക്കുന്നുള്ള അസൂയ, ഒരു പൊതുവായിട്ടുള്ള അസൂയ. അതാണ് ഇയാളുടെ പ്രശ്നം. രാജൻപിള്ളയുടെ അസൂയ എന്തായിരുന്നു? രാജൻപിള്ള ഇന്ന് ഉച്ചയ്ക്ക് ബോംബെയിൽ നിന്ന് പിന്നെ ഫോക്കോസ് ഡിന്നർ കഴിച്ചാൽ നാളെ രാത്രി സിംഗപ്പൂരിൽ നിന്നായിരിക്കും
6 കോഴ്സ് ഡിന്നർ കഴിക്കുന്നത്. ഇതായിരുന്നു നമുക്ക് അയാളോടുള്ള അസൂയ. ഈ അസൂയയുടെയൊക്കെ ഒരു ഘടകം ഇതിൽ കിടക്കുന്നുണ്ട്. ബിസിനസ് ആകുമ്പോൾ അതിൽ ഉയർച്ച താഴ്ചകളുണ്ടാവും. ഇവർ നമ്മുടെ ഇക്കോണമിയെ ചെലവിക്കുന്ന വലിയ തൊഴിലവസരങ്ങൾ തരുന്ന ആളുകളാണ്. അപ്പോൾ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ, അവരോട് ഉയർച്ചയുടെ സമയത്ത് ആഘോഷിക്കുക മാത്രമല്ല, വീഴ്ചയുടെ സമയത്ത് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ഉത്തരവാദിത്വം കൂടി നമുക്ക്. സർ പറയുന്നത് ദൂർത്തൊരു ഭാഗമല്ലായിരുന്നു എന്നുള്ളത്. ദൂർത്ത് അയാൾ പേഴ്സണൽ അയാൾ ഉണ്ടാക്കിയ കാശുകൊണ്ടല്ല അയാൾ ദൂർത്ത് ചെയ്തത്, ബാങ്കിൽ നിന്ന് എടുത്തിട്ടാണ് ദൂർത്ത് ചെയ്തത്. ബാങ്ക് അയാൾ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടല്ലേ ദൂർത്ത് ചെയ്തത്. പിന്നെ അതൊന്നും ഒരു ദൂർത്തൊന്നായിട്ട് തോന്നില്ല. അയാൾ ഇൻട്രസ്റ്റ്, അയാൾ യങ്ങായിരുന്നു, താരതമ്യേന യങ്ങായിരുന്നു. അയാൾ ഇത്തരം ദൂർത്തുകൾ, ഈ ദൂർത്തുകൾ അദ്ദേഹം ഉപയോഗിച്ചത് അയാളെന്ന ഒരു ഐക്കൺ ഉണ്ടാക്കാനും, ആ ഐക്കണിലൂടെ കിങ്ഫിഷർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബ്രാൻഡാണ്, അതുപോലെ തന്നെ മാക്ഡൊണാൾഡ് അദ്ദേഹത്തിൻ്റെ ബ്രാൻഡാണ്. ആ ബ്രാൻഡുകളെ ബിൽഡ് ചെയ്യാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഇങ്ങനൊരു ഐക്കണായി മാറിയിട്ട് ഈ കിങ് ഓഫ് ഗുഡ് ടൈംസ് എന്ന പേരിൽ അതിനെ മാർക്കറ്റ് ചെയ്യാനാണ് ശ്രമിച്ചത്. അപ്പം ബിസിനസ്സുകാർ, വലിയ ബിസിനസ്, ഇവരൊക്കെ ഇന്ത്യനെ താങ്ങി നിർത്തുന്ന ബിസിനസ്സുകാരാണ്. ഇവർക്കൊരു ചെറിയ ഡൗൺഫാൾ വരുമ്പോൾ അവരെ വലിച്ച് താഴെ ഇടല്ല, അവരെ സപ്പോർട്ട് ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ മൻമോഹൻ സിംഗ് ചെയ്തിരുന്നു. പിന്നെ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ഈ മോഡിയെല്ലാം ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഇപ്പോൾ അംബാനിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അദാനിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ചുരുക്കുന്നത് ഈ അനിൽ അംബാനി, അദ്ദേഹത്തെ പാപ്പരായി പ്രഖ്യാപിച്ചു. അദ്ദേഹം പാപ്പര നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അദ്ദേഹം പാപ്പരായി പ്രഖ്യാപിച്ചു. എന്നാൽ ഇദ്ദേഹത്തെ കാര്യത്തിൽ അതല്ല. അപ്പോൾ ഇദ്ദേഹം കുറച്ചൊരു സത്യസന്ധനായതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇദ്ദേഹം കുറച്ചൊരു കോൺഫിഡൻ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു, അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ഏതായാലും നമ്മളങ്ങനെ ചവിട്ടി അരയ്ക്കേണ്ട ഒരാളല്ല. എനിക്ക് അദ്ദേഹത്തോട് അസൂയൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ വളർച്ച ഞാൻ കാണുന്നത് ഇന്ത്യയുടെ വളർച്ച. ഇന്ത്യയുടെ വളർച്ച ഇന്ത്യൻ ഇക്കോണമിയിൽ നമുക്കെല്ലാം ഗുണം ചെയ്യും. മാത്രമല്ല അത് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ്. വളരെ ചെറിയ പ്രായത്തിലെ ഇത്രയും വലിയ ബിസിനസ് ഗ്രൂപ്പുകൾ എൻ്റെ നേതൃത്വത്തിൽ വരുന്നു. അത് ഭയങ്കര ലാഭത്തിലാക്കുന്നു. അച്ഛനെക്കാട്ട് വളരെയധികം ലാഭത്തിലാക്കുന്നു, ഡൈവേഴ്സിഫൈ ചെയ്യുന്നു. നമ്മളൊക്കെ ഡ്രീമിലുള്ള പല കാര്യങ്ങളും ഇന്ത്യയിൽ കൊണ്ടുവരുന്നു, അല്ലേ? അപ്പോൾ സത്യത്തിൽ നമ്മൾ അംബാനിയുടെ ഷോപ്പ് വന്നതിന് ശേഷം നമ്മൾ പല ഫ്രൂട്ട്സും കഴിച്ചു തുടങ്ങിയത്. യൂസഫ് അലി സാറിൻ്റെ വന്നോട് കൂടിയിട്ടില്ല. നമ്മൾ ഡിഫറെൻറ്റ് കഴിച്ച മീറ്റ്സ്, ഇപ്പോൾ സാൽമൺ ഫിഷ് ഞാൻ ആദ്യം കഴിക്കുന്നത്. ഗൾഫിൽ പോയില്ല, നമുക്കത് കിട്ടില്ല, നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഗൾഫിലൊക്കെ ഉണ്ട്. എന്നിട്ട് നമ്മൾ അദ്ദേഹത്തിന് യൂസഫ് അലി സാറിൻ്റെ ഷോപ്പിൽ നിന്നാണ് നമ്മൾ പല തരത്തിലുള്ള മാങ്ങ, ഉത്തരേന്ത്യയിലെ പല തരത്തിൽ ഭയങ്കര ടേസ്റ്റി ആയിട്ട് മല്ലിക പോലുള്ള മാങ്ങയുണ്ട്. അത് നമ്മുടെ നാട്ടിൽ പൊതുവേ കിട്ടുന്നതല്ല. ഇങ്ങനെ പലതും നമ്മൾ കിട്ടി അംബാനിയുടെ ഷോപ്പ് കഴിയാം. പക്ഷേ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വിലയ്ക്ക്. അതുപോലെ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, സ്റ്റുഡിയോ, അതുപോലെ തന്നെ അംബാനിയുടെ ഷോപ്പൊക്കെ വന്നതിന് ശേഷം നമ്മളത് മനസ്സിലാക്കണ്ടേ. നമ്മളിതിൻ്റെയൊക്കെ ആനുകൂല്യം അനുഭവിക്കുകയും ഇവരോട് അസൂയം കൊണ്ടു നടക്കും, നമ്മളെ നശിച്ചു പോകുള്ളൂ. പിന്നെ അവർ നശിക്കാൻ നമ്മളാക്കി, അവർ നശിച്ചാൽ കൂടെ നശിക്കുന്ന നമ്മളും കൂടിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.